ഹലോ നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് MS സ്വാമിനാഥനെ പറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ LD എക്സാമിനും എന്ത് വന്നു, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോഴും നമുക്ക് കാണാം ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടുണ്ടാവും. അതിന്റെ കാരണം എന്താണ്? കാരണം നമ്മുടെ MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥൻ അടുത്തിടെ അന്തരിച്ചു. അത് തന്നെയാണ് അതിന്റെ കാരണം. നോക്കുമ്പോൾ എക്കണോമിക്സ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എന്ത് റിലേറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്? കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമ്മുടെ ലെനിന്റെ ഒരു ചോദ്യവും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ് ചോദിച്ചത്. അതിലൊന്ന് ലെനിൻ ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ചായിരുന്നു, വാർഷികങ്ങൾ പഠിച്ചായിരുന്നു ലെനിൻ മരിച്ചിട്ട് 100 വർഷം തികയുന്നു. അതുകൊണ്ടാണ് അവിടെ ലെനിന്റെ ചോദ്യം വന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് വെറുതെ സ്കിപ്പ് ചെയ്യാതിരിക്കുക. കറണ്ട് അഫയേഴ്സിന്റെ കൂടെ വരുന്ന GK പാർട്ട് നോക്കി വരും പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങി നല്ലൊരു ജോലിയിലേക്ക് എല്ലാവരും പ്രവേശിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. MS സ്വാമിനാഥനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28 വരും പരീക്ഷകളിൽ ചോദിക്കാം, ഓർത്തിരിക്കുക. ഡേറ്റ്, മരിച്ച ഡേറ്റ് മറക്കാതിരിക്കുക. 2023 സെപ്റ്റംബർ 28 MS സ്വാമിനാഥൻ അന്തരിച്ചത്. അദ്ദേഹം ജനിച്ച ഡേറ്റും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. 1925 ഓഗസ്റ്റ് 7. അടുത്തിടെ മരണപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഈ ജനിച്ച ഡേറ്റും കൂടെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത്. തീർച്ചയായും ഓർത്തിരിക്കുക. 1925 ഓഗസ്റ്റ് 7 ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ ജനിച്ചത്. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നതാണ് പൂർണ്ണനാമം. പൂർണ്ണനാമവും വേണം, ഓർത്തിരിക്കുക. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നതാണ് MS സ്വാമിനാഥന്റെ പൂർണ്ണനാമം. അദ്ദേഹത്തിന് ഒത്തിരി പുരസ്കാരങ്ങളൊക്കെ കിട്ടി. ഒന്നാമത്തെ കാര്യം നമ്മൾ ഓർത്തിരിക്കുക, പത്മ അവാർഡ് എല്ലാം തന്നെ MS സ്വാമിനാഥന് ലഭിച്ചിട്ടുണ്ട്. ഓപ്ഷൻ വരാം, പത്മശ്രീ ലഭിച്ചു, പത്മഭൂഷൺ ലഭിച്ചു, പത്മവിഭൂഷൺ ലഭിച്ചു. തെറ്റായതേത്? ഒന്നും തെറ്റല്ല, ഇത് മൂന്നും ശരിയാണ്. പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്, പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്, പത്മവിഭൂഷണം ലഭിച്ചിട്ടുണ്ട്. വളരെ റീസെന്റ് ആയിട്ട് 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായിട്ടും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1967 പത്മശ്രീ ലഭിക്കുന്നത്. 1972 പത്മഭൂഷൺ ലഭിക്കുന്നത്. 1989 പത്മവിഭൂഷൺ ലഭിക്കുന്നത്. വർഷം ഒരുപക്ഷെ ചോദിക്കാം. ഖാൻ അബ്ദുൽ ഖാഫർ ഖാന്റെ ഭാരതരത്ന ലഭിച്ച വർഷവും മരിച്ച വർഷവും തൊട്ടടുത്ത് വരുന്നതാണ്. എന്നിരുന്നാലും PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ MS സ്വാമിനാഥന് പത്മശ്രീ ലഭിക്കുന്നത് 1967. 1967 പത്മശ്രീ ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് രമൺ മാഗ്സസെ അവാർഡ് ലഭിക്കുന്നു. 1971 രമൺ മാഗ്സസെ പുരസ്കാരം കിട്ടിയപ്പോൾ നമ്മുടെ ഭാരത സർക്കാർ വിചാരിച്ചു മാഗ്സസെ അവാർഡ് കിട്ടിയതല്ലേ, അദ്ദേഹത്തിന് നമ്മൾ പത്മശ്രീയെ കൊടുത്തുള്ളൂ, എന്ത് ചെയ്യാം, പത്മഭൂഷൺ വിളിച്ചു കൊടുക്കാം. അപ്പോൾ മാഗ്സസെ അവാർഡ് 71 കിട്ടി. പിറ്റേ വർഷം MS സ്വാമിനാഥന് നമ്മുടെ ഭാരത സർക്കാർ പത്മഭൂഷൺ കൊടുത്തു. പത്മഭൂഷൺ 1972. അത് കഴിഞ്ഞ് 87 ഓർത്തിരിക്കുക, 1987 വേൾഡ് ഫുഡ് പ്രൈസ് ആദ്യത്തെ വേൾഡ് ഫുഡ് പ്രൈസ് ലഭിക്കുന്നത് ആർക്കാണ്? MS സ്വാമിനാഥനാണ്. ഏത് വർഷം? 87. 1987 ആദ്യത്തെ വേൾഡ് ഫുഡ് പ്രൈസ് കൊടുക്കുന്നത്. അത് ആർക്കാണ് ലഭിക്കുന്നത്? നമ്മുടെ MS സ്വാമിനാഥനാണ് ലഭിക്കുന്നത്. 1987 അത് കിട്ടി. പിറ്റേ വർഷം നമ്മുടെ സർക്കാരിന് കൊടുക്കാൻ പറ്റിയില്ല. കാര്യം നമ്മൾ മാഗ്സസെ കൊടുത്ത് പിറ്റേ വർഷം തന്നെ പത്മഭൂഷൺ കൊടുത്തപ്പോൾ ചെറിയൊരു ജാള്യത, പിറ്റേ വർഷം തന്നെ കൊടുക്കാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു വർഷം ഒന്ന് വെയിറ്റ് ചെയ്തു. അടുത്ത വർഷം ആവട്ടെ, വേറൊരു അവാർഡ് കിട്ടിയാൽ നമ്മൾ പത്മ അവാർഡ്സ് കൊടുക്കുന്നു എന്ന ചീത്തപ്പേര് വരരുതല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്തു, ഒരു വർഷം ഒന്ന് വെയിറ്റ് ചെയ്തു. എന്നിട്ട് 89 പത്മവിഭൂഷൺ കൊടുത്തു. 1989 പത്മവിഭൂഷൺ കൊടുത്തു. ഇപ്പൊ ഒന്ന് ക്ലിയർ ആയില്ലേ? അപ്പോൾ പത്മശ്രീ ലഭിച്ച ഡേറ്റ് ഓർത്തിരിക്കുക, 1967. 1967 പത്മശ്രീ ലഭിക്കുന്നത്.
മാക്സസെ എന്ന് കിട്ടുന്നു 71. രമൺ മാക്സസെ 1971 ലഭിക്കുന്നു. ഭാരത സർക്കാർ വിളിക്കുന്നു. മാക്സസെ കിട്ടിയതല്ലേ, വരൂ പത്മഭൂഷൺ തരാം. 72 എന്ത് കൊടുത്തു? പത്മഭൂഷൺ കൊടുത്തു. 1972 MS സ്വാമിനാഥന് പത്മഭൂഷൺ കൊടുത്തു. അപ്പോഴിതാ 87 എന്ത് കിട്ടുന്നു? ആദ്യത്തെ വേൾഡ് ഫുഡ് പ്രൈസ് കിട്ടുന്നു. അവരാലോചിച്ചു 88 കൊടുക്കണോ? വേണ്ട. മാക്സസെ കിട്ടിയപ്പോൾ നമ്മൾ പിറ്റേ വർഷം തന്നെ എന്ത് കൊടുത്തു? പത്മഭൂഷൺ കൊടുത്തു. ഒരു വർഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, അടുത്ത വർഷം കൊടുക്കാം. അപ്പോൾ 89 എന്ത് കൊടുത്തു? പത്മവിഭൂഷണം കൊടുത്തു. ഇത് ഇത്രയും കിട്ടിയെന്നിരിക്കെ 2023 സെപ്റ്റംബർ 28 അദ്ദേഹം അന്തരിച്ചു. അന്തരിച്ചപ്പോഴാണ് കൂടുതൽ സ്നേഹം തോന്നിയത്. കൂടുതൽ സ്നേഹം തോന്നി 2024 എന്ത് കൊടുക്കുകയാണ് നമ്മൾ? ഭാരതരത്നം. 2024 മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച വ്യക്തിയാണ് ആര്? MS സ്വാമിനാഥൻ. 1987 പ്രഥമ ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചു. നമ്മൾ പറഞ്ഞ പോയിന്റാണ്. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പരിപാടി നമ്മളെ MS സ്വാമിനാഥനെ വിശേഷിപ്പിച്ചു. എങ്ങനെയാണ്? സാമ്പത്തിക പരിസ്ഥിതിയുടെ പിതാവ്. സ്റ്റേറ്റ്മെന്റ് വരാം. ഐക്യരാഷ്ട്രസഭ സാമ്പത്തിക പരിസ്ഥിതിയുടെ പിതാവ് എന്ന് MS സ്വാമിനാഥനെ വിശേഷിപ്പിച്ചു. ശരിയോ തെറ്റോ? ശരിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പരിപാടി അദ്ദേഹത്തെ, ആരെ? MS സ്വാമിനാഥനെ സാമ്പത്തിക പരിസ്ഥിതിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചു. 1999 ടൈംസിന്റെ നൂറ്റാണ്ടിലെ സ്വാധീനമുള്ള 20 ഏഷ്യക്കാരുടെ പട്ടികയിൽ ഗാന്ധി, ടാഗോർ ആരോടൊപ്പമാണ്? ഗാന്ധി, നമ്മുടെ മഹാത്മാഗാന്ധിയുമുണ്ട്, നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറുമുണ്ട്. രവീന്ദ്രനാഥ് ടാഗോറിനോടൊപ്പം ഇടം പിടിച്ച 3 ഇന്ത്യക്കാരിൽ ഒരാളാണ് ആര്? MS സ്വാമിനാഥൻ. അപ്പോൾ അദ്ദേഹം എത്ര വലിയൊരു മനുഷ്യനായിരുന്നു എന്ന് ഓർക്കണം. നമ്മുടെ മഹാത്മാഗാന്ധിയോടൊപ്പവും നമ്മുടെ ടാഗോറിനോടൊപ്പവും ഏറ്റവും സ്വാധീനമുള്ള 20 ഏഷ്യക്കാരുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള 3 പേരിൽ ഒരാളായി തിരഞ്ഞെടുത്തു. ആര്? ടൈംസ്. ഏത് വർഷം? 1999. നൂറ്റാണ്ടിലെ സ്വാധീനമുള്ള 20 ഏഷ്യക്കാരുടെ പട്ടികയിൽ ഗാന്ധിജി, ടാഗോർ എന്നിവരോടൊപ്പം 3 ഇന്ത്യക്കാരിൽ ഒരാളായിരുന്നു MS സ്വാമിനാഥൻ. 2007-2013 രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട MP ആയിരുന്നു. അപ്പോൾ അദ്ദേഹം മെമ്പർ ഓഫ് പാർലമെന്റ് ആയിരുന്നു. MP ആയിരുന്ന കാലയളവ് ഏതാണ്? 2007-2013 വർഷത്തിലാണ് നോമിനേറ്റഡ് മെമ്പർ ആയിരുന്നു. രാജ്യസഭയിലെ നോമിനേറ്റഡ് മെമ്പർ ആയിരുന്നു. ഓരോ പോയിന്റും ഓർത്തിരിക്കുക, സ്റ്റേറ്റ്മെന്റിൽ ഉറപ്പായിട്ടും വരാം. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈയാണ്. MS സ്വാമിനാഥൻ രചിച്ച പ്രധാന കൃതികൾ നോക്കാം. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻ എവർഗ്രീൻ റവല്യൂഷൻ, ആൻ എവർഗ്രീൻ റവല്യൂഷൻ, ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ, ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. പിന്നെന്താണ്? കോംബാറ്റിംഗ് ഹങ്കർ ആൻഡ് അച്ചീവിംഗ് ഫുഡ് സെക്യൂരിറ്റി, കോംബാറ്റിംഗ് ഹങ്കർ ആൻഡ് അച്ചീവിംഗ് ഫുഡ് സെക്യൂരിറ്റി. 50 years of Green Revolution, an anthology of research purpose. 50 years of Green Revolution, an anthology of research purpose. അപ്പോൾ ഏതൊക്കെയാണ് MS സ്വാമിനാഥൻ രചിച്ച പ്രധാന കൃതികൾ? An Evergreen Revolution, The Quest for a World Without Hunger, Combating Hunger and Achieving Food Security, 50 Years of Green Revolution, An Anthology of Research Purpose. ഇതൊന്നും മറന്നു പോകരുത്, ഒന്ന് വായിച്ചെങ്കിലും വെക്കുക. ഓപ്ഷനിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം ഇത് MS സ്വാമിനാഥന്റെ പുസ്തകമാണ് എന്ന്. അപ്പോൾ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. 2007-2013 കാലയളവിൽ രാജ്യസഭ അംഗമായിരുന്നു, നോമിനേറ്റഡ് മെമ്പർ ആയിരുന്നു എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഹരിത വിപ്ലവത്തെ പറ്റി നോക്കാം. എന്താണ് ഹരിത വിപ്ലവം? അത്യുൽപാദന ശേഷിയുള്ള, എങ്ങനെയുള്ള? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി. എങ്ങനെയാണ്? കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി
ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം. അപ്പോൾ എന്താണ് ഹരിത വിപ്ലവം? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം. അത് ഓർത്തിരിക്കുക. ഇത് ഇത്രയും നമുക്ക് കിട്ടും. എന്താണ്? ജലസേചനം വേണം, രാസവളം വേണം, കീടനാശിനി വേണം, പിന്നെന്താണ്? കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് എന്ത്? ഹരിത വിപ്ലവം. 1940-70 കാലഘട്ടങ്ങളിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന മാന്ദ്യം കുറയ്ക്കുവാനായി ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആഗോളതലത്തിൽ നടപ്പിലാക്കിയ കാർഷിക മുന്നേറ്റം അറിയപ്പെടുന്നതാണ് ഹരിത വിപ്ലവം. അപ്പോൾ ആഗോളതലത്തിൽ ഹരിത വിപ്ലവം നടന്നത് 1940-70 കാലഘട്ടങ്ങളിലാണ്. കാർഷിക മേഖലയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കാനായി ആഗോളതലത്തിൽ വ്യാപകമായി നടപ്പിലാക്കിയ ഗവേഷണ വികസന സാങ്കേതിക വിദ്യ കൈമാറ്റം. ഗവേഷണ വികസന സാങ്കേതിക വിദ്യ കൈമാറ്റവും കൂടിയാണ് എന്ത്? ഹരിത വിപ്ലവം. ഹരിത വിപ്ലവത്തിൽ സാങ്കേതിക വിദ്യയ്ക്കും പങ്കാളിത്തമുണ്ട് എന്ന് ഓർക്കുക. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമാൻ ബോർലോഗ്. നമുക്കറിയാവുന്നതാണ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ്? മെക്സിക്കോയാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? നോർമാൻ ബോർലോഗ് ആണ്. ഹരിത വിപ്ലവം എന്ന പദം എന്താണ്? ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വില്യം ഗൗഡ്. ആരാണ്? വില്യം ഗൗഡ് ആണ് ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം അല്ലെങ്കിൽ ഏഷ്യൻ ഗേഹം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? ഫിലിപ്പീൻസ് ആണ്. ഫിലിപ്പീൻസ് ആണ് ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം അല്ലെങ്കിൽ ഏഷ്യൻ ഭവനം എന്നെല്ലാം അറിയപ്പെടുന്നത്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനമുണ്ടാക്കിയ കാർഷിക വിളയാണ് ഗോതമ്പ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഹരിത വിപ്ലവം എന്തെന്നറിയപ്പെടുന്നു? ഗോതമ്പ് വിപ്ലവം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്ന പേരിലും അറിയപ്പെടുന്നു. ബോർലോങ് അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലാണ്? കാർഷിക മേഖലയിലാണ് ബോർലോങ് അവാർഡ് നൽകുന്നത്. നോർമാൻ ബോർലോങ് കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ബോർലോങ് അവാർഡ് നൽകുന്നത് ഏത് മേഖലയാണ്? കാർഷിക മേഖല. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടാണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞനാണ് നോർമാൻ ബോർലോഗ്. ഏത് വർഷമാണ്? 1970 നോർമാൻ ബോർലോങ്ങിന് സമാധാനത്തിനുള്ള എന്ത് കിട്ടുന്നത്? നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. MS സ്വാമിനാഥന് രമൺ മാഗ്സസെ അവാർഡ് ലഭിക്കുന്നത് എന്നാണ്? 71. അപ്പോൾ നോർമാൻ ബോർലോങ്ങിന് സമാധാന നൊബേൽ ലഭിച്ച വർഷം 70. നമ്മുടെ MS സ്വാമിനാഥന് രമൺ മാഗ്സസെ അവാർഡ് ലഭിക്കുന്നത് 71. പിറ്റേ വർഷം എന്ത് കൊടുത്തു? പത്മഭൂഷൺ. ഹരിത വിപ്ലവത്തിലൂടെ പ്രധാനമായും സ്വയം പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങളാണ് അരിയും ഗോതമ്പും. ഗോതമ്പ് വിപ്ലവം നമ്മൾ പറഞ്ഞു. അരിയും കൂടിയുണ്ട്. പ്രധാന ഭക്ഷ്യധാന്യങ്ങൾ ഏതൊക്കെയാണ്? അരിയും ഗോതമ്പുമാണ്. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ: ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഇപ്പോൾ വരുന്ന സ്റ്റേറ്റ്മെന്റിൽ പ്രധാനമായിട്ടുള്ളതാണ് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ. ഒന്നെന്താണ്? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. അങ്ങനെ ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഹരിത വിപ്ലവത്തിലൂടെ നമുക്കായി. വിദേശ ആശ്രയത്വം ഇല്ലാതാക്കി. വിദേശ ആശ്രയത്വം ഇല്ലാതാക്കി. സ്വയം പര്യാപ്തത കൈവരിച്ചുവെങ്കിൽ പിന്നെ നമുക്ക് വിദേശികളുടെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് സ്വയം പറ്റുമെങ്കിൽ വേറൊരാളുടെ സഹായം നമുക്ക് ആവശ്യമില്ല. അപ്പൊ സ്വയം പര്യാപ്തത കൈവരിച്ചു. വിദേശ ആശ്രയത്വം ഇല്ലാതാക്കി. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം ഇന്ത്യയിൽ അറിയപ്പെട്ടത് ഗോതമ്പ് വിപ്ലവം എന്നാണ്. എന്തെന്നറിയപ്പെട്ടു? ഗോതമ്പ് വിപ്ലവം. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം ഇന്ത്യയിൽ ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് 1967-68 വർഷങ്ങളിലാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് 1967-68. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. അദ്ദേഹം നിർമ്മിച്ച അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ് വിത്തിനങ്ങളാണ് ഏതൊക്കെ? സൊണോറോ 64 ആൻഡ് ലെർമൊറാജോ 64. അപ്പൊ സൊണോറോ 64ഉം ലെർമൊറാജോയും എന്താണ്? ഗോതമ്പ് വിത്തിനങ്ങളാണ് എന്ന് ഓർക്കുക. MS സ്വാമിനാഥൻ രൂപകൽപ്പന ചെയ്തതാണ് സൊണോറ 64ഉം ലെർമൊറാജോ
64ഉം. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങളാണ് കല്യാൺ സോന ആൻഡ് സൊനാലിക. കല്യാൺ സോന, സൊനാലികയാണ് ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ. ഇത് MS സ്വാമിനാഥൻ നിർമ്മിച്ച ഗോതമ്പിനങ്ങളാണ്. സൊണോറ 64ഉം ലെർമൊറോജോ 64ഉം. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങളാണ് കല്യാൺ സോന, സൊനാലിക. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കൃഷി മന്ത്രി ആരാണ്? സി സുബ്രഹ്മണ്യമാണ്. സി സുബ്രഹ്മണ്യം. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കൃഷിമന്ത്രിയാണ് സി സുബ്രഹ്മണ്യം. നമ്മൾ സി എന്ന് എഴുതുന്ന ഇങ്ങനെയല്ലേ, സി. അപ്പൊ ഈ സി എന്തുപോലെ? ഒരു അരിവാള് പോലെ ഇരിക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. സി, അരിവാള് പോലെയുള്ള സി. സി സുബ്രഹ്മണ്യമാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കൃഷി മന്ത്രി. പാലും പാലുൽപ്പന്നങ്ങളുടെ വർധനവും ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ധവള വിപ്ലവം. അപ്പോൾ ധവള വിപ്ലവം പാലും പാലുൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. എന്ത്? ധവള വിപ്ലവം എന്ന് ഓർക്കുക. മത്സ്യോൽപാദന മേഖല, മത്സ്യോൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? നീല വിപ്ലവം. നീല ജലാശയം, കടലിലല്ലേ മത്സ്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ മത്സ്യോൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് നീല വിപ്ലവം. ഹരിത വിപ്ലവം പഠിക്കുമ്പോൾ ഇതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. പാലും പാലുൽപ്പന്നവും, പാല് നല്ല ധവള നിറത്തിലാണ് ഇരിക്കുന്നത്, നല്ല വെള്ള കളറിലാണ്. അപ്പോൾ പാലും പാലുൽപാദനവും, ധവള വിപ്ലവം, മത്സ്യോൽപാദനം, നീലക്കടലിലാണ് വെള്ളം കിടക്കുന്നത്. അപ്പോൾ മത്സ്യോൽപാദനം, നീല വിപ്ലവം. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കൃഷിമന്ത്രി ആരാണ്? സി സുബ്രഹ്മണ്യം. സി അരിവാള് പോലത്തെ സി ആണെന്ന് ഓർത്തിരിക്കുക. ഇത്രയുമാണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ. നമ്മൾ MS സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകളും നോക്കിയിട്ടുണ്ട്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും നോക്കിയിട്ടുണ്ട്. വരും ക്ലാസ്സുകളിൽ LD എക്സാമിനും ഇനി വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് OA എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന രീതിയിൽ കറണ്ട് അഫേഴ്സും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളും നോക്കി പോകാം. എല്ലാവരും ക്ലാസ് മിസ്സാക്കാതെ തന്നെ കാണുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം. താങ്ക്